ക്ഷേത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും അനുസ്മരണം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ സംഘടിപ്പിച്ചു. CPIM അക്രമരാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കാസർകോട് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ എറണാകുളം CBI കോടതി ശിക്ഷിച്ച സാഹചര്യത്തിൽ CPIM അക്രമരാഷ്ട്രീയം അവസാനിപ്പിക്കാൻ തയ്യാറാവണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ശിക്ഷിക്കപ്പെട്ടവരിൽ മുൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണ്. സംസ്ഥാന ഖജനാവിൽ നിന്ന് 1,14 ലക്ഷം രൂപ ചെലവഴിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടും നീതിന്യായ വ്യവസ്ഥയുടെ വിജയമാണ് വിധിയിലൂടെയുണ്ടായത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ജയൻ മംഗലം, KK അബൂബക്കർ, N ഗോപാലകൃഷ്ണൻ, ബുഷറ റഷീദ്, ഡേവിഡ് സ്റ്റീഫൻ മാസ്റ്റർ, MH ഷാനവാസ്, K കൃഷ്ണകുമാർ, CV ജോസ്, അയ്യപ്പൻ കോർമാത്ത്, KV സുബ്രഹ്മണ്യൻ, PP സജീവ് എന്നിവർ അനുസ്മരണത്തിന് നേതൃത്വം നൽകി. വിധിയിൽ കോൺഗ്രസ് പരിപൂർണ തൃപ്തരല്ലെങ്കിലും ആശ്വാസമായ ഒരു വിധിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു ഫ്ലക്സ് ബോർഡ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒരു സംഘർഷം നാട്ടിലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന 2 ചെറുപ്പക്കാരെ ദാരുണമായി കൊല ചെയ്ത CPM ആക്രമണത്തിന് ഒരു തിരിച്ചടിയായിട്ടാണ് ഈ വിധിയെ കോൺഗ്രസ് പാർട്ടി കാണുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു വിധി നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആശ്വാസകരമാണെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.